ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞങ്ങൾ അതിരാവിലെ സൂര്യനേക്കാളും മുന്നേ എണീച്ചു. ശ്രേയസിനും വേദ്യക്കും ആകെ ഒരു അത്ഭുതമാണ് കേട്ടോ. അവരെപ്പോഴെങ്കിലാണ് ഇത്ര രാവിലെ എണീക്കുക. അങ്ങനെ എണീച്ചാലും പുറത്തേക്കൊന്നും പോകാറില്ല. ഇന്ന് ഞങ്ങൾ നവരാത്രി പ്രമാണിച്ച് ഒരു അമ്പലത്തിലേക്ക് പോവുകയാണ്. കണ്ണൂർ തയ്യിലുള്ള ഗൗഡ സാരസ്വത ബ്രാഹ്മണരുടെ അമ്പലത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഒരു 8:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിലേക്ക്. പക്ഷെ 4-ാം പ്ലാറ്റ്ഫോം പോകുന്നതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ. അധിക നേരമൊന്നും ട്രെയിനിന് വേണ്ടി കാത്തിരിക്കേണ്ടി വന്നില്ല. ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആക്ച്വലി നമുക്ക് ഡേ ടൈമിൽ ട്രാവൽ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റാണ്. ട്രെയിനിൽ കയറിയ പാടെ വേദ്യക്ക് ബോറടിക്കാൻ തുടങ്ങി. ട്രെയിൻ ഇറങ്ങിയ പാടെ ഞങ്ങൾ ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ് പോയത് കേട്ടോ. കോമളവിലാസ് ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത്. പ്യുവർ വെജ് റെസ്റ്റോറൻ്റാണ്. ശ്രേയസ് അവൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ അമ്പലത്തിലേക്ക് പോയി പ്രാർത്ഥിച്ചു. ഞാനിവിടെ ഏകദേശം 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇവിടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും ആഘോഷങ്ങളുണ്ടാവും, പ്രത്യേകിച്ച് നവരാത്രിക്ക്. ഇത്തരം ആഘോഷങ്ങളിലൊക്കെ ആക്ച്വലി എല്ലാവർക്കും കണ്ടുമുട്ടാനുള്ളൊരു അവസരം കൂടിയാണ് കേട്ടോ. വളരെ പ്രശസ്തമായൊരു ക്ഷേത്രമാണിത്. മലയാളികളൊക്കെ ഓണം വിഷു സമയത്ത് എവിടെയാണെങ്കിലും നാട്ടിലേക്ക് എത്തുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഗണേശ ചതുർത്ഥി, പിന്നെ നവരാത്രി, ഇത്തരം ആഘോഷ സമയങ്ങളിൽ അവരൊക്കെ എവിടെ ഉണ്ടെങ്കിലും നാട്ടിലേക്ക് എത്തും. എന്നിട്ട് ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കും. ഇന്ന് ഇവിടെ ഒരു ഭജന പരിപാടി നടക്കുകയാണ്. കാഞ്ഞങ്ങാട് നിന്നുള്ള ഭജന മണ്ഡലിയാണ് ഇന്നിവിടെ പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലെല്ലാവരും എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ളവരാണ്. ഭജനകളൊക്കെ കേട്ടിരിക്കുമ്പോൾ സമയം പോകുന്നത് നമ്മൾ അറിയില്ല കേട്ടോ. ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ചാൽ പഴയ തലമുറയുടെ കൂടെ ഇപ്പോഴുള്ള ചെറിയ കുട്ടികളും കൂടിയിട്ടുണ്ട്. അതാണ്. ഇവിടെ കോഴിക്കോടും ഭജന മണ്ഡലിയുണ്ട്. എല്ലാ വർഷവും നവരാത്രിക്ക് ഞാൻ സാധാരണ കാഞ്ഞങ്ങാടേക്കാണ് പോകുന്നത്. വിവാഹത്തിന് ശേഷം കോഴിക്കോട് വന്നതിൽ പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് കാഞ്ഞങ്ങാട് അമ്പലത്തിലേക്കൊക്കെ പോകുന്നതാണ് കേട്ടോ. അവിടെ 10 ദിവസം പൂജയൊക്കെ ഉണ്ടാവും. ഇപ്രാവശ്യം പിന്നെ അവിടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് മൂലം നവരാത്രി ആഘോഷങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ന് കുറേ പരിചയക്കാരെ കാണാൻ പറ്റി, പരിചയം പുതുക്കാൻ പറ്റി. ഞങ്ങൾ വേഗം എത്തിയത് കൊണ്ട് തന്നെ സമാധാനത്തിൽ പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ടോ. പിന്നെ നോക്കുമ്പോൾ തിരക്ക് കൂടി വന്നു. അങ്ങനെ കാഞ്ഞങ്ങാടുള്ള റിലേറ്റീവ്സിനൊക്കെ കുറേ ആൾക്കാരൊക്കെ കണ്ടു കേട്ടോ. പിന്നെ കുറേ പരിചയക്കാരൊക്കെ കണ്ടു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ കാഞ്ഞങ്ങാട് എത്തിയൊരു ഫീലാണ്. കോഴിക്കോട് നിന്നും കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അപ്സ്റ്റെയറിലുള്ളൊരു ഹാളിലായിരുന്നു കേട്ടോ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയത്. നവരാത്രി സമയത്ത് വിശേഷാൽ പൂജകളുള്ളത് കൊണ്ട് ഭക്ഷണം ലേറ്റാണ്. വിളമ്പാൻ തുടങ്ങിയ പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ. 3:30-ക്കുള്ളിൽ ഞങ്ങളുടെ ഭക്ഷണം കഴിഞ്ഞു. 4 മണിക്കായിരുന്നു തിരിച്ച് കോഴിക്കോടേക്കുള്ള ട്രെയിൻ. അങ്ങനെ പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് അങ്ങനെ ഒരു ഓട്ടോ കിട്ടി. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. പിന്നെ നോക്കുമ്പോഴതാ ട്രെയിനിൽ 1/2 മണിക്കൂർ ലേറ്റാണ് കേട്ടോ. വേദി ഏകദേശം കാത്തിരുന്ന് മടുത്തിട്ടുണ്ട്. അങ്ങനെ കാത്തിരുന്ന് ഞങ്ങളുടെ ട്രെയിൻ വന്നു കേട്ടോ. ട്രെയിനിൽ കയറി ഒന്ന് കാല് നീട്ടി ഇരുന്നപ്പോഴാണ് സമാധാനമായത്. ഇവിടുന്ന് ആകെ 1.5 മണിക്കൂറേ ഉള്ളൂ കോഴിക്കോടേക്ക്. കുറേ നേരത്തെ കളികൾക്ക് ശേഷം ശ്രേയസ് ഒന്ന് മയങ്ങിപ്പോയി. ഇത്രയും നേരം മുകളിലെ ബർത്തിലൊക്കെ കയറിയിട്ട് ഇരിക്കുകയായിരുന്നു. ഇന്ത്യൻ റെയിൽവേ ഇപ്പോൾ എല്ലാ സ്റ്റേഷനിലും നല്ല ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്നുണ്ട്. ഈ വടകര സ്റ്റേഷൻ തന്നെ അതിനൊരു എക്സാമ്പിളാണ്. നല്ല രസമുണ്ട് ഇപ്പോൾ കാണാൻ. ഇത് മാത്രമല്ല, ഞാനിങ്ങനെ പല ചെറിയ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട്.
ഞങ്ങളുടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനും ഇപ്പോൾ വികസനത്തിൻ്റെ പാതയിലാണ് കേട്ടോ. ആക്ച്വലി കോഴിക്കോട് ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടക്കുന്നത് മൂലം ആ റോഡിൽ ഇപ്പോൾ ഭയങ്കര തിരക്കാണ്. ഇതിങ്ങനെ വാങ്ങി വെച്ചിട്ട് കുറേ കാലമായിട്ട് ഇടാതെ വെച്ചിരുന്ന വളയായിരുന്നു കേട്ടോ. അപ്പം ഇന്നിത് ആദ്യമായിട്ട് ഇട്ടപ്പോൾ കുറേ കോംപ്ലിമെൻറ്റ് കിട്ടി. ഇനിയിപ്പോൾ കോഴിക്കോട് എത്താനുള്ള ടൈമായി. രാവിലെ പോകുമ്പോഴേ ഈ തലശ്ശേരിയൊക്കെ എത്തുമ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് കണ്ണൂരിൽ നിന്ന് മഴയൊന്നും കിട്ടിയില്ല. പക്ഷെ ആരോ പറഞ്ഞു കോഴിക്കോട് നല്ല മഴയുണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് മഴ ഇല്ലാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയിലായിരുന്നു. എന്താണെന്ന് വെച്ചാൽ കുട എടുത്തിട്ടില്ല. വീട്ടിലെത്തുമ്പോൾ അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ചൂട് പരിപ്പ് വടയും ചായയൊക്കെ ഉണ്ടാക്കി കാത്തിരിക്കുകയായിരുന്നു. അമ്മ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞങ്ങൾ എവിടെയെങ്കിലും ദൂരം പോയി വരുമ്പോൾ കഴിക്കാനൊക്കെ റെഡിയാക്കി വെക്കും. അങ്ങനെ പരിപ്പ് വടയും ചൂട് ചായയും പിന്നെ കുറേ വിശേഷങ്ങൾ പങ്കുവെക്കലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ചേച്ചി ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റ് ബോൾസ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്കല്ല, ഞങ്ങൾക്കും ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ വ്ളോഗ് കഴിഞ്ഞു. നമുക്ക് വേറൊരു ദിവസം കാണാം. താങ്ക് യു.